जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ശീല പ്രഭുപാദ് മെയ് മാസം വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു. 1977 മെയ് അവസാനത്തോടുകൂടി വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു. ഋഷികേശിലായിരുന്നു, പക്ഷെ ആരോഗ്യം വളരെ കുറഞ്ഞു വന്നതുകൊണ്ടാണ് ശീല പ്രഭുപാദ് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നത്. വൃന്ദാവനത്തിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് വന്ന ഉടനെ തന്നെ ചെറിയൊരു ക്ലാസ്, ഒരു 5-10 മിനിറ്റുള്ള ക്ലാസ് പ്രഭുപാദ് കൊടുത്തിരുന്നു. അതിൽ പറഞ്ഞത്, സേവനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നെന്നുമുള്ള ജീവിതമുണ്ട്, അല്ലെങ്കിൽ ഓരോ ജീവിതവും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്ത് അത് നിർത്തിയിട്ട് വീണ്ടും വേറെ എന്തെങ്കിലും പ്രവൃത്തികൾ അടുത്ത ജന്മത്തിൽ തുടങ്ങണം. പക്ഷെ ഭക്തിയുത സേവനമാണെങ്കിൽ എന്നെന്നുമുള്ള ജീവിതമാണ്. കാരണം ഇന്ന് ഈ ജന്മത്തിൽ ചെയ്ത് തന്നെ അടുത്ത ജന്മം നമുക്ക് തുടർന്ന് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ ഓൾറെഡി തന്നു കഴിഞ്ഞു, നിങ്ങൾ അത് വായിച്ചിട്ട് ഭക്തിയുത സേവനം തുടരുക എന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് റൂമിലേക്ക് വന്നിട്ടും പക്ഷെ പ്രഭുപാദ് അപ്പോഴും ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രഭുപാദിന്റെ ആരോഗ്യം വളരെ ഇതായി. അങ്ങനെയാണ് പ്രഭുപാദ് പിന്നെ തമാൽ കൃഷ്ണ പ്രഭുപാദ് രാവിലെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാം എന്ന് വെച്ചാൽ, രാവിലെ പ്രഭുപാദ് കാറില് ഈ ഭക്തി വേദാന്ത സ്വാമി മാർഗം എന്ന് പറഞ്ഞ വൃന്ദാവനത്തിൽ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ആ ഒരു വഴിയിലേക്ക് വരും. വഴിയിൽ വരുമ്പം ഇപ്പൊ അതെല്ലാം കടകളൊക്കെയാണ്, പക്ഷെ പണ്ട് അവിടെ എല്ലാം ഈ മരങ്ങളും വയലുകളും ഒക്കെ ആയിരുന്നു. അപ്പൊ അവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടാൻ വേണ്ടി പ്രഭുപാദ് ആ കാറിൽ വന്ന് ആ കാറിനകത്ത് തന്നെ ഇരിക്കും, കുറച്ചു നേരം ഇരിക്കും. പിന്നെ തിരിച്ചു വരുമ്പം ഭഗവാന്റെ ദർശനാരതി സമയമായിരിക്കും. അപ്പം പ്രഭുപാദ് കൃഷ്ണബലരാമനെ കണ്ടതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പൊ അതാണ് പ്രഭുപാദ്. അപ്പൊ പ്രഭുപാദ് ആ സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ് പറഞ്ഞു, ഞാൻ 2 രീതിയിൽ ഒരാൾക്ക് പ്രവർത്തിക്കാം. ഒന്നെങ്കിൽ അയാൾക്ക് ഇനി ആരോഗ്യം വയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അയാൾ ഇനി അത് വിട്ടേക്കാം, ആ ഒരു ശ്രമം വിട്ടേക്കാം എന്നുള്ളത്. അപ്പം പ്രഭുപാദ് അങ്ങനെ പറഞ്ഞത്, ഞാൻ ഇനി തിരിച്ച് ആരോഗ്യം വയ്ക്കാനുള്ള ഒരു ഇതിനു വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് പറഞ്ഞത്. എന്നിട്ട് പ്രഭുപാദ് അതുകൊണ്ട് കീർത്തനം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഒരു ശ്ലോകം, സംസ്കൃത ശ്ലോകം പറഞ്ഞിട്ട്, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സന്തോഷം നൽകുന്നത് ഭഗവാന്റെ കീർത്തനങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദ് കുറച്ച് ബാച്ച് ഡിവോട്ടീസ് റൊട്ടേഷനായിട്ട് പ്രഭുപാദിന്റെ റൂമിൽ വന്ന് കീർത്തനം ചെയ്യാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ രാവിലെ 5 തൊട്ട് രാവിലെ 10 മണി വരെയും കീർത്തൻ, അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണി തൊട്ട് രാത്രി 9 മണി വരെയും കീർത്തൻ. ഇത്രയും നേരം കീർത്തൻ കണ്ടുവച്ചു. ഈ കീർത്തന്റെ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം വായിക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രഭുപാദിന്റെ താഴെ റൂമാണ്, താഴെ റൂമിന്റെ മുകളിലൊരു റൂമുണ്ട്. അപ്പം രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് മുകളിൽ പോയിരിക്കും. മുകളിലത്തെ റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഡെസ്കും ഇതും ഇട്ടിട്ടുണ്ട് പ്രഭുപാദിന് അവിടെ ഇരിക്കാനായിട്ട്. അപ്പൊ പ്രഭുപാദ് അവിടെ പോകുമ്പോഴത്തേനും ആ ഫ്ലോറിനെല്ലാം ഒരു വെള്ളം ഒഴിച്ചിരിക്കും, കാരണം എപ്പോഴും തണുത്തിരിക്കാം. മെയ് മാസം വൃന്ദാവനത്തിൽ നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് പ്രഭുപാദ് ആ സമയത്താണ് വില്ലെഴുതണം എന്ന് പറഞ്ഞത്. അപ്പം വില്ലെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം മരണപ്പെടും എന്നല്ല, എനിക്കൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതിന് മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, എല്ലാ GBCസും വരാനായിട്ട് പറഞ്ഞു. എല്ലാവരും വരണം ഈ വില്ലെഴുതുമ്പം, കാരണം അത്രയും വിറ്റ്നസ്സുകൾ വേണം അത് ചെയ്യാനായിട്ട്. ഈ സ്ഥാപനങ്ങളും എല്ലാം ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന രീതിയിൽ, കാരണം അതിന് പിന്നെ ആരെങ്കിലും അലിഗേഷനായിട്ട് വരാനായിട്ട് പാടില്ല. പ്രഭുപാദ് പറഞ്ഞു, ഒരു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജിന് ഒരു ഹെർണിയ ഓപ്പറേഷൻ വന്ന സമയത്ത് മഹാരാജ് പോയ ഹെർണിയ ഓപ്പറേഷൻ മുമ്പ് ഒരു ചെറിയൊരു പേപ്പറിൽ വില്ലെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു നോട്ട് പേപ്പറിൽ വില്ലെഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ അദ്ദേഹം ഹെർണിയ ഓപ്പറേഷന് പോയില്ലെങ്കിലും പിന്നെ മഹാരാജ് മരിച്ചതിന് ശേഷം പിന്നെ ഈ വസ്തു തർക്കങ്ങളൊക്കെ വന്ന് കോടതിയിൽ വന്നപ്പോൾ ആ പേപ്പറാണ് വില്ലായിട്ട് യൂസ് ചെയ്തത്, കോടതിയിലൊരു ഇതായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വില്ലെഴുതണം എന്നുള്ള കാര്യം പ്രഭുപാദ് പറഞ്ഞു. പിന്നെ എല്ലാവരോടും വരാൻ പറഞ്ഞു.
എല്ലാ GPC-മാരോടും വൃന്ദാവനത്തിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു, ഇത്രയും പേര് വരുവാണെങ്കിൽ അത് വലിയൊരു ഒരുപാട് എല്ലാവരും പല പല സ്ഥലത്ത് ലോകത്തെമ്പാടും മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയും പേര് വരുമ്പോൾ അതൊരു വലിയൊരു ചേഞ്ച് ആവും, പിന്നെ ഒരുപാട് എക്സ്പെൻഡിച്ചറും ആകും എന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു അത് സാരമില്ല, അവരെല്ലാം വരാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്താണ് പ്രഭുപാദിനോട് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞത്, ഇവരെല്ലാം വരുമ്പം അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും പ്രഭുപാദിന്റെ കൂടെ ഇരിക്കാനും ഒക്കെ. പക്ഷെ അപ്പം പ്രഭുപാദ് തമാൽ കൃഷ്ണ മഹാരാജിനെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു, എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം അങ്ങനെയല്ല. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹം വരുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് എന്നോടുള്ള സ്നേഹം വെളിവാകുന്നതെന്ന് അങ്ങനെ ശീല പ്രഭുപാദ് പറഞ്ഞു. അപ്പം സരസ്വതി മഹാരാജ് അതിൽ പറഞ്ഞത്, നമ്മൾ ഗുരുവിന്റെ കൂടെ ഇരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല പ്രധാനം, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതിലാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹം വെളിവാകുന്നതെന്ന് സരസ്വതി മഹാരാജ്.